ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC +1 +2 വിദ്യാർത്ഥികൾ ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം, ഇലക്ഷൻ റിസൾട്ട് വന്നതോടുകൂടി ഒരുപാട് പേര് കമന്റ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നാണ്. അപ്പം ഓൾറെഡി റിസൾട്ട് ഡേറ്റ് വന്നത് പ്രകാരം എങ്ങനെയാണ്, മെയ് 15-ാം തീയതി SSLC വരുന്നു, അതുപോലെ തന്നെ മെയ് 22-ന് +2 വരുന്നു, ജൂൺ 10-ന് +1 വരുന്നു. പക്ഷേ നിലവിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ റിസൾട്ടുകൾ ആരാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന വിദ്യാർത്ഥികൾക്ക് സംശയത്തിന്റെ നിഴലിലാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഈ റിസൾട്ട് ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ നീട്ടിവെക്കലുകൾ, ഏറ്റക്കുറച്ചിലുകൾ വരുമോ എന്നാണ്. അത്തരത്തിൽ സംശയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതിനോടകം നമ്മുടെ ഇപ്പോൾ DHSC ആണ് +1 +2 റിസൾട്ടിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പരീക്ഷാ ഭവനാണ് SSLC റിസൾട്ടിന്റെ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അതോറിറ്റി. അപ്പോൾ നിങ്ങളുടെ വാല്യുവേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മെയ് 2 അവർ പറഞ്ഞിരുന്ന ഡേറ്റ്. അപ്പോൾ ഏകദേശം വാല്യുവേഷൻ കംപ്ലീറ്റ് ആയി. അവസാന ടാബുലേഷൻ വർക്കും ഇനി ഗ്രേസ് മാർക്കിന്റെ ഒക്കെ ഫൈനൽ പാച്ച് വർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് റെഡിയാവുകയും അത് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ ഈ ഒഫീഷ്യൽ പോർട്ടലുകളിലേക്ക്, സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മെയ് 15, മെയ് 22, ഒരാഴ്ച കഴിഞ്ഞ് മെയ് 22, പിന്നെ സ്കൂൾ തുറന്ന് ജൂൺ 10, ഈ 3 ഡേറ്റുകളിലും നിലവിൽ മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ രാജിക്കത്ത് കൊടുത്തുവെങ്കിൽ പോലും കാവൽ മുഖ്യമന്ത്രിയായിട്ട് അടുത്ത ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ കേരളത്തിൽ തുടരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ഒരു കാലയളവിൽ കാവൽ മുഖ്യമന്ത്രി എന്നൊരു റോളാണ് നിലവിലെ മുഖ്യമന്ത്രിക്കുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ഈ റിസൾട്ട് പ്രഖ്യാപനങ്ങളൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയോ അതല്ല എങ്കിൽ ആ ഒരു അതോറിറ്റിയുമായി ബന്ധപ്പെട്ട IAS ഓഫീസർ ആവാം, അതുപോലെ DHSCയുടെ മുതിർന്ന ആളാവാം, അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഉണ്ടാവുക. അപ്പോൾ ഒഫീഷ്യലായിട്ട് പുതിയൊരു മന്ത്രിസഭ പ്രതിജ്ഞ എടുക്കാത്തടത്തോളം കാലം, അത്തരത്തിലൊരു പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടെത്തിയെടുത്തോളം കാലം അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവില്ല. അതായത് ഒരു പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്ന് SSLC +2, ഒരു പക്ഷേ +2 റിസൾട്ടൊക്കെ വരുമ്പോൾ ഇതിലൊരു അന്തിമ തീരുമാനം വന്ന് സത്യപ്രതിജ്ഞയും ചെയ്ത് കാണും. അപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന എക്സാം ഡേറ്റുകളിൽ മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെയും സാധ്യതയില്ല. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപനവും അതിൻ്റെ വഴിക്ക് മുറയ്ക്ക് തന്നെ നടക്കും. ഇതിനി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത അഡ്മിഷൻ ഡേറ്റുകളും എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റുകളും ഒക്കെ തന്നെയാണ് വൈകുന്നത്. എന്തായാലും +1കാർക്ക് സമാധാനത്തോടെ വിശ്രമിക്കാം. ജൂൺ 10 വരെ സമയമുണ്ട്. പക്ഷേ SSLC +2 അടുത്ത ആഴ്ചകളിൽ വരാൻ പോവുകയാണ്. ചുരുങ്ങിയത് 10-15 ദിവസം മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.